എന്ന് പറയുമ്പോഴും എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? ഇങ്ങനെ വിഷയം വിവാദമാക്കരുതെന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? അല്ല, വിവാദമാക്കരുത് എന്നല്ല പറയുന്നത്, വിവാദമാണല്ലോ ഇത് ഓൾറെഡി. അതിനെ ഗവൺമെന്റിന് സഹായകമായ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വാക്ക് എന്താണ്? എന്ത് സംഘർഷം മനുഷ്യൻ നടത്തുന്നത്? ഒരു സംഘർഷം എന്ന് പറയുന്നത് രണ്ട് കൂട്ടർ തമ്മിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഫൈറ്റിങ്ങോ ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇവിടെ ഏകപക്ഷീയമായിട്ട് മനുഷ്യനെ ആക്രമിക്കുകയല്ലേ. ഇതാരുണ്ടാക്കിയതാണ്? കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നരേഷാണ്. രാജ്യത്തിൻ്റെ പാർലമെന്റിൽ എപ്പോഴും ബില്ല് ചർച്ച ചെയ്യുമ്പോഴും പറയുക മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അത് ഇതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റേറ്റ്മെന്റിന് അനുകൂലമായി അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് പ്രതിഷേധം? ഇനി എങ്ങനെ പ്രതിഷേധിക്കാനാണ്? 3-4 വർഷമായില്ലേ ഇത് നിത്യം പ്രതിഷേധിച്ച് ജയിലിൽ വരെ ഞാൻ പോയി. ഇനി ഇങ്ങനെ പറയാം, ആരോട് പറയാൻ? ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അവർക്കതിലേക്ക് തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ ഇപ്പം ഞാൻ പടച്ചവനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യരെ പടച്ചവനെ നീ കാത്തു രക്ഷിക്കണം. അല്ലാതെ ഈ ഗവൺമെന്റ് കാത്തിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടില്ല. സംഭവത്തിലും ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. വലിയ പ്രകടനങ്ങളും പ്രതിഷേധ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആരോപിക്കുന്നത് അത് രാഷ്ട്രീയമായി വിഷയത്തെ രാഷ്ട്രീയമാക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തിയതിന് പിന്നെ ഗൂഢാലോചനയുണ്ടെന്നുള്ള അത്തരം ഗുരുതരമായ ആരോപണങ്ങളാണ് CPM ഉന്നയിക്കുന്നത്. MP വേണ്ട വർഷം മാധ്യമങ്ങൾ കാണുമ്പോൾ അതാണ് പറയുന്നത്. അല്ല, അതിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ എൻ്റെ പിന്നിൽ SDPIയും ഈ പറയുന്ന എന്താ പറയുക ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതിൻ്റെ അപ്പുറം ഇവിടെയും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്ന് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞു പോയാൽ മതിയോ? ഗൂഢാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ. ഇന്ന് ആളെ അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പം പച്ചക്കളവ് പറഞ്ഞ് ഈ പറയുന്ന കർഷകരെ എന്താ പറയുക ഈ രീതിയിലാക്കി വിടുക, അതിലപ്പുറം ഒന്നുമില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഇനി ഒരു പ്രതിഷേധമില്ല. ഇനി പ്രതിഷേധം പടച്ചവനോട് പറയാമെന്നല്ലാതെ, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസുകളും മാസങ്ങളോളം അത് അടച്ചിടുന്ന രീതിയിലേക്കുള്ള ശക്തമായ സമര പരിപാടിയുമായി പോകണം. അതിന് ജനങ്ങൾ ഒന്നിക്കണം. ആ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലയ്ക്ക്, ഈ മലയോര മേഖലയ്ക്ക് ഒരു പുതിയ ജില്ല തന്നെ രൂപീകരിക്കണമെന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇത് പ്രത്യേകം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള ഒരു ഭരണപരമായ നീക്കം ഗവൺമെൻറ് നടത്തണം. അതിനുള്ള ഫണ്ട് ഗവൺമെൻറ് കണ്ടെത്തണം. ഫണ്ടുണ്ടല്ലോ. ഈ മനുഷ്യരെ രക്ഷിക്കാനുള്ള ഫണ്ട് മാത്രമില്ല എന്ന് പറയുമ്പോൾ അതിലെന്ത് ന്യായ? അതിനെന്ത് ഗോവിന്ദ മാഷക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, 3 കോടി വെച്ച് ഫെൻസിങ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ കേരളം മുഴുവൻ തീരുമെന്ന്. അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ മറുപടി എന്താ? അതും കൂടി പറയട്ടെ മാഷ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ. ഇപ്പോൾ 13, 14, 15 മുഖ്യമന്ത്രി അവിടെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കുക. നിങ്ങളെന്താ മുഖ്യമന്ത്രിയോടൊന്നും ചോദിക്കാതെ എന്നോട് മാത്രം ചോദിക്കുന്നത്? ആർക്കതിൻ്റെ ഉത്തരവാദിത്തം? അത് തന്നെയാണ് ഇതിലെ വിഷയം. പന്നിനെ പിടിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പന്നി നാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണല്ലോ ആളുകൾ അത് ചെയ്യാൻ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഈ പന്നിയെ കാട്ടിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സർക്കാരിനല്ലേ. അതിനെന്താ മാർഗം? അവർക്ക് ആവശ്യമായ തീറ്റ ഉണ്ടാവണം, വെള്ളമുണ്ടാവണം, അതിർത്തി കടന്നു വരാതിരിക്കാനുള്ള ഫെൻസിങ് ഉണ്ടാവണം. ഈ വിഷയം തീരും. വളരെ സിമ്പിളാണ്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്ന പോലെ ഇതിന്റെ ബർത്ത് കൺട്രോൾ ഓരോ വർഷവും എക്സീഡ് ചെയ്യുന്ന എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഹണ്ടിങ് നടക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ. മാർച്ച് ഏപ്രിലിൽ ഓസ്ട്രേലിയ, നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ കങ്കാരുള്ളതാണ്. കർഷകർക്ക് വലിയ പ്രശ്നമുണ്ട്. അവിടെ മാർച്ച് ഏപ്രിലിൽ ഒരു കങ്കാരുവിനെ ഓരോ ഏരിയയിലും വെടിവെക്കാൻ കർഷകർക്ക് തോക്കും $100 കൊടുക്കുകയാണ് ഇതിന് ബർത്ത് കൺട്രോളിന്. ലോകത്തെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് പെരുകി മനുഷ്യൻ. ഇവിടുത്തെ ആവശ്യം പശ്ചിമഘട്ടത്തിൽ നിന്ന് കർഷകർ താഴെ ഇറങ്ങണം. ഇവിടുത്തെ വനവിസ്തൃതി വർദ്ധിക്കണം. അതിനെന്താ മാർഗം? നിയമം കൊണ്ട് ജനങ്ങളെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കടുവയും ആനയും പന്നിയും വന്ന് മനുഷ്യനെ ആക്രമിച്ച് മനുഷ്യൻ നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങിപ്പോവാണ്. അതിന് ഈ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പദ്ധതി ഉണ്ടാക്കിയല്ലോ. 15 ലക്ഷം രൂപ കിട്ടും. ഈ 160ഓളം കുടുംബങ്ങൾ നിലമ്പൂരിൽ കുടിയിറങ്ങി. 10 സെന്റ് സ്ഥലവും വീടും 15 ലക്ഷം. 1 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. 10 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. ഈ 15 ലക്ഷം സർക്കാരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങി 100 കണക്കിന് കർഷകർ വീട് വിട്ടിറങ്ങി നിലമ്പൂരിൽ. ഞാനാ പോയി അവരെ കാല് പിടിച്ച് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ഇപ്പം എന്താ സ്ഥിതി? ആ പാട്ടക്കരിമ്പിലൊക്കെ ആ ഏരിയയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വനമിറങ്ങി, അത് കാടായി. അപ്പോൾ അടുത്ത അങ്ങാടിയിലേക്ക് വരും. ഇതിങ്ങനെ തിരക്കി അറബിക്കടൽ വരെ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഈ പറയുന്ന കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണ്.
വെസ്റ്റേൺ ഗഡ്സിൻ്റെ സാന്നിധ്യം ഇവിടെ ചൂട് കുറക്കുന്നതിൽ വലിയ പാർട്ട് വഹിക്കുന്നുണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ വീണു, രാജ്യത്ത് ലോകത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൂട് വർദ്ധിക്കാൻ എന്താ വേണ്ടത്? ഓക്സിജൻ പ്രൊഡക്ഷൻ കുറയാൻ. ആ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ വനവൽക്കരണം നടക്കണം. ആ വനവൽക്കരണം നടക്കണമെങ്കിൽ പശ്ചിമഘട്ടം ഏറ്റവും സൂട്ടബിൾ ഏരിയയാണ്. അപ്പോൾ അവിടെ ജനങ്ങളെ താഴെ ഇറക്കണം. എന്തിന്? ലോകത്തിൻ്റെ ചൂട് കുറക്കാൻ. അതിൻ്റെ ഭാരവും ഈ പാവപ്പെട്ട കർഷകർക്ക്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന ഇന്റർനാഷണലി വളരെ വലുതാണ്. സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ റിട്ട് സുപ്രീം കോടതിയിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ അതിന് പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് പൊടി തട്ടിപ്പോവും. പിന്നെ ഫോറസ്ട്രി എഴുതി വെച്ചിരിക്കുക 10 ലക്ഷം ചെക്ക് അങ്ങനെ ഒപ്പിട്ട് വെച്ചിരിക്കുക. ആരാണ് മരണപ്പെടുന്നത് അവൻ്റെ പേര് മാത്രം എഴുതി ചേർത്താൽ മതി. എല്ലാ DF ഓഫീസിലും ചെക്കുണ്ട്. 5 ലക്ഷം സ്റ്റേറ്റും 5 ലക്ഷം സംസ്ഥാനവും. അപ്പോൾ എത്ര ആൾ മരിച്ചു വീണാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല.